എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. കൊച്ചി കാക്കനാട് നടന്ന ഒരു ആത്മഹത്യയെക്കുറിച്ചിട്ടുള്ള വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ദുരൂഹത നിറഞ്ഞ ഒരു ആത്മഹത്യ ആണെങ്കിലും അതിൽ നിന്നും കിട്ടുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് മനുഷ്യ ബന്ധങ്ങളുടെ ഊഷ്മളതയോ അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന മനുഷ്യരുടെ ദയനീയ അവസ്ഥയോ ആണ്. ഇവിടെ ആത്മഹത്യ ചെയ്തത് രണ്ടുപേരാണ് എന്ന് ആദ്യം കിട്ടുന്ന സൂചനകൾ പറയുന്നുണ്ട്. ഒരു അമ്മയും രണ്ട് മക്കളുമാണ്. ഈ അമ്മ എന്ന് പറയുന്ന ജാർഖണ്ഡ് സ്വദേശികളാണ്. പക്ഷേ മരിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് കൊച്ചി പോലുള്ളൊരു സ്ഥലത്തായതുകൊണ്ട് അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. ഇതിൽ കഥാപാത്രങ്ങൾ ഇപ്പോൾ മരണപ്പെട്ട ആത്മഹത്യ ആണെങ്കിൽ അത് രണ്ടുപേരും, മരണപ്പെട്ടത് അവരുടെ അമ്മയായ ശകുന്തള ദേവിയുമാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കുമ്പോൾ ഇതെന്തുകൊണ്ട് ഈ ആത്മഹത്യയെ എടുത്തു പറയുന്നു എന്ന് പറഞ്ഞാൽ, അമ്മയും മക്കളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു ഇഴയടപ്പമാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം. അമ്മ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, മക്കൾ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചു. അമ്മ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാകാം ഈ രണ്ട് മക്കളും സൂയിസൈഡ് ചെയ്തത് എന്ന് അനുമാനിക്കേണ്ടി വരുന്നു. അമ്മ മരണപ്പെട്ട അമ്മയെ വെള്ള തുണി കൊണ്ട് പുതച്ച് പൂക്കൾ വിതറി ഒരു ശരിയായ രീതിയിൽ ഒരു ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്യേണ്ട ആദ്യ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടാണ് മക്കൾ മരണപ്പെട്ടതെന്ന് മനസ്സിലാക്കാം. ഒന്നുകിൽ ഈ മൂന്ന് പേരും കൂടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും ആദ്യം അമ്മയെ ഇവർ കൊലപ്പെടുത്തുക എന്നുള്ള കൃത്യം ചെയ്തതിന് ശേഷമാകും അവർ രണ്ടുപേരും സൂയിസൈഡ് ചെയ്തിരിക്കാൻ സാധ്യത. പക്ഷേ അത് തള്ളിക്കളയേണ്ടി വരുന്നു. കാരണം അമ്മയെ കൊല്ലാനുള്ള മനസ്സൊന്നും ഈ രണ്ട് പാവം സഹോദരനും സഹോദരിക്കും കഴിഞ്ഞു എന്ന് വരില്ല. ഇനി ആ സ്റ്റോറിയിലേക്ക് പോകുമ്പോൾ, സെൻട്രൽ GST ആൻഡ് കസ്റ്റംസ് കൊച്ചിൻ ഓഡിറ്റർ കമ്മിറ്റിയിലെ അഡീഷണൽ കമ്മീഷണറായ മനീഷ് വിജയ് 43 വയസ്സുള്ള വ്യക്തി, അതുപോലെ അമ്മ സഹോദരിയൊക്കെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ മരണപ്പെട്ടത്. ഇതിൽ ശകുന്തള അഗർവാൾ എന്ന് പറയുന്ന അമ്മയ്ക്ക് 80 വയസ്സ് ഉണ്ട്. ഇവർ കട്ടിലിൽ പൂക്കളൊക്കെ വിതറി അലങ്കരിച്ച കട്ടിലിൽ ആ ഡെഡ് ബോഡി കിടപ്പുണ്ട്. അതിൻ്റെ തൊട്ട് അരികിലായിട്ട് ഈ മൂന്ന് പേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ടായിരുന്നു, അമ്മയും രണ്ട് മക്കളും കൂടി. ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം, ജാർഖണ്ഡിൽ 2006 ജാർഖണ്ഡ് PSCയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷനിൽ ഫസ്റ്റ് റാങ്ക് നേടിയാണ് ഈ സഹോദരി ഇല്ലെങ്കിൽ അമ്മയുടെ മകളായ ശാലിനി വിജയ് ജയിച്ചത്. അവിടെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ ആവുകയും ചെയ്തു. പക്ഷേ പിന്നീട് അവർ ആ പരീക്ഷയിൽ എന്തോ തിരിമറി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അന്വേഷണം ഉണ്ടാവുകയും അവർക്ക് രാജിവെക്കേണ്ടി വരികയും ചെയ്തു. ഇതിൻ്റെ പേരിലുള്ള മാനസിക സംഘർഷം ഉണ്ടായിരുന്നിരിക്കാം. അത് 2011 കാര്യമാണ് അത് നടന്നത്. പിന്നീട് ആ അന്വേഷണവും തുടർന്നുള്ള രാജിയും ഒക്കെ തന്നെ. പക്ഷേ ഇപ്പോഴും CBI അതിൻ്റെ കേസുമായി മുന്നോട്ട് പോവുകയാണ്. CBIയുടെ കേസ് കോടതിയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ വിചാരണ തുടങ്ങാൻ ഇരിക്കുകയുമാണ്. അതിനുള്ളിലാണ് ഈ സംഭവം നടന്നു എന്നുള്ളത് കൊണ്ട് 3 പേരും ആത്മഹത്യ ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഇവരുടെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടിരുന്നു. തുടർന്ന് ഈ അമ്മയായ ശകുന്തള ദേവിയാണ് ഇവരെ വളർത്തിയത്. അമ്മയും മക്കളും തമ്മിലുള്ള ആത്മബന്ധം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോഴും വയസ്സ് 40 കഴിഞ്ഞിട്ടും ഈ രണ്ട് സഹോദരങ്ങളും അവിവാഹിതരായിട്ടാണ് തുടരുന്നത്. ഇവർക്ക് ആകെ 4 പേരാണുള്ളത്. അതിൽ ഒരു സഹോദരി വിദേശത്താണ്, മറ്റൊരാൾ നേരത്തെ മരണപ്പെട്ടു പോവുകയും ചെയ്തു. പക്ഷേ അടുക്കളയിൽ ചില രേഖകൾ കത്തിച്ചതായ സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അത് എന്തുമായി ബന്ധപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഏതെങ്കിലും തരത്തിൽ ഇവർക്കുള്ള സ്വത്ത് സംബന്ധിച്ചിട്ടുള്ളതാണോ, അല്ലെങ്കിൽ നേരത്തെ നടന്ന ഈ പരീക്ഷയിൽ അട്ടിമറി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണോ എന്ന് അറിയില്ല. എന്തായാലും സഹോദരങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും മരണപ്പെട്ടത് അമ്മയെ ഒന്നുകിൽ കൊലപ്പെടുത്തിയതിന് ശേഷമാകും, അല്ല എങ്കിൽ അമ്മയുടെ മരണം നൽകിയ ഷോക്കായിരിക്കാം. ഒരു പക്ഷേ അമ്മ മരിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നീട് അവർ ജീവിതത്തിൻ്റെ മുമ്പിൽ പകച്ച് നിൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ വരുന്നു എന്നുള്ള ഒരു ചിന്ത
അവരെ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ടുണ്ടാകാം. രണ്ടുപേരും തൂങ്ങിയാണ് 2 മുറികളിലായി മരണപ്പെട്ട് കിടന്നത്. അത് 4 ദിവസത്തെ പഴക്കം ഡെഡ് ബോഡിക്ക് ഉണ്ടായിരുന്നു. ദുർഗന്ധം വന്നതിനെ തുടർന്നാണ് അന്വേഷണം വരികയും മുറി തുറന്നപ്പോൾ ഇവരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഇവർക്ക് അയൽപ്പക്കക്കാരുമായിട്ടൊന്നും വലിയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ സഹോദരൻ മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. 6 മാസം മുമ്പാണ് അമ്മയും ഈ സഹോദരിയും ഈ വീട്ടിലേക്ക് വന്ന് താമസം തുടങ്ങിയത്. അമ്മ ആ വീട്ടിലെ താമസിച്ചിരുന്ന ഈ ക്വാർട്ടേഴ്സിലെ ഫ്രണ്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാറുള്ളത് മറ്റ് അയൽവാസികൾ കാണാറുണ്ടായിരുന്നു. അതിലപ്പുറം ഇവരാരുമായിട്ടും കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഒറ്റപ്പെട്ട മനുഷ്യരുടെ ഏകാന്ത ദുഃഖങ്ങളൊക്കെ തന്നെ ഈ 3 പേരെയും അലട്ടിയിട്ടുണ്ടാകാം. അവരിലേക്ക് മാത്രമായി അവർ ജീവിതം ശരിക്കും അതിലേക്ക് ചുരുക്കിക്കൊണ്ട് വന്ന് കാണാം. ഈ അന്തർമുഖരായ മനുഷ്യർക്കെല്ലാം അവസാനം ആത്മഹത്യയിലേക്ക് അഭയം തേടേണ്ടി വരുന്ന അവസ്ഥ സ്വാഭാവികമായും സംഭവിക്കും. അത് തന്നെയാണോ? അല്ല, CBIയുടെ എൻക്വയറിയെ തുടർന്ന് വിചാരണ നടക്കുന്ന സമയം അടുത്തു എന്നുള്ള ചിന്ത കൊണ്ടാണോ? അല്ല, അമ്മയുടെ മരണം തളർത്തിയത് കൊണ്ടാണോ എന്നുള്ളതൊക്കെ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. മാന്യനായ മനുഷ്യനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണം സഹപ്രവർത്തകർക്ക് പോലും ഞെട്ടലുളവാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ മനുഷ്യ ബന്ധങ്ങളൊക്കെ തന്നെ ഇതുപോലെ അവസാനിച്ചു പോകുന്നു ചില സംഭവങ്ങളിലൂടെ എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ വയ്യ. യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർക്കെല്ലാം തന്നെ കാത്തിരിക്കുന്ന ഒരു ദുരന്തം ഇതുപോലെ തന്നെയാണ്. എന്തായാലും ആ ആത്മാവുകൾക്ക് ദൈവം മോക്ഷം നൽകട്ടെ എന്ന് മാത്രമല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക.